ഇനി ഡ്രൈ ആയി മുടി പൊട്ടിപ്പോകുന്നുള്ള ഒരു പരാതിയും വേണ്ട. ഈ ഒരു ഒറ്റ പാക്ക് കൊണ്ട് നമ്മളുടെ മുടി സ്മൂത്തൻ ചെയ്യാനും വീട്ടിൽ തന്നെ കിട്ടുന്ന ഈ 2 ഇൻഗ്രീഡിയൻറ്റ് കൊണ്ടാണ് ഞാൻ ഈ ഒരു പാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ദുരന്തം ഞാൻ പറയുമ്പോഴത്തേക്ക് തന്നെ നായി കുറച്ച്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് കൊലത്തിനാണ് നമ്മൾ വരുന്നത്, എപ്പോൾ ഇതേ ഡ്രസ്സ് ഇട്ടിട്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിക്കുന്ന ദിവസത്തിൽ ഞാൻ ഈ ഡ്രസ്സാണ് ഇടുക. അതുവരെ ഞാൻ വെറൈറ്റി ഡ്രസ്സൊക്കെ ഇടാറുണ്ട്, അത് വേറെ കാര്യം. പിന്നെ ഈ എന്താ പറയുക, വാവിന് വെള്ളിച്ചൊക്കെ വന്നിട്ട് ഹെയർ കെയർ ചെയ്യുന്ന ഒരു പെണ്ണ് എന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ എല്ലാ ദിവസവും ചെയ്യലുണ്ട്, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എക്സ്ട്രീംലി എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രൈനെസ് മാറാനുള്ള ഒരു പാക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെനിക്ക് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയൊരു പാക്കാണ്. അതായത് നമുക്കിപ്പോൾ ഞാൻ തലേ ദിവസം ഇന്നലെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നായിൻ്റെ ശല്യം ഉണ്ടല്ലോ ഗൈസ്, ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നലെ ഞാൻ ചെയ്ത പാക്ക് എന്ന് പറഞ്ഞാൽ ഉലുവേൻ്റെ പാക്കായിരുന്നു. സാധാരണ ഞാൻ ഒരു ദിവസം ഉലുവയൊക്കെ വെച്ച് കുളിച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ട് തല കഴുകാറുള്ളൂ. തല നോട്ട് ദാറ്റ് പോയിന്റ്, മേലല്ല കേട്ടോ. അപ്പോൾ പക്ഷേ ഇന്നലെ ഞാനത് വെളിച്ചെണ്ണ തേക്കാണ്ടാണ് ആ പാക്ക് ഇട്ടത്. അപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രൈനെസ് എന്തായാലും മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഓയിൽ മാത്രമല്ല, എൻ്റെ അടുത്ത ഒരു എന്താ പറയുക, ഹെയർ ഗ്രോത്ത് ഓയിലോ അല്ലെങ്കിൽ കാച്ചെണ്ണ അങ്ങനത്തെ ഒന്നുമില്ല എൻ്റെ കയ്യിൽ. എനിക്ക് ആക്കണം എന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഞാനത് ആക്കുന്ന വീഡിയോ ഞാൻ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ നമുക്കത് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഞാനത് പിന്നെ അതിന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലത്തെ ഓരോരോ പാക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ മുടി കളേർഡ് ഹെയർ ആണ്. ഡ്രൈ ആയാലും എക്സ്ട്രീംലി ഡ്രൈ ആവും. അപ്പോൾ നമ്മളെപ്പോൾ അത് പൊട്ടിപ്പോകാതെ നോക്കേണ്ടതുണ്ട്. നമ്മൾ എന്തായാലും ഹെയർ കെയർ ചെയ്തേ പറ്റൂ. കൂടുതലൊന്നും പ്രസംഗിക്കുന്നില്ല. നമുക്ക് 2 ഇൻഗ്രീഡിയൻറ്റേ വേണ്ടും. പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യലാണ്, അതെനിക്ക് തോന്നിയേ ചെയ്യും. അപ്പോൾ ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. 2 അല്ല, സോറി കേട്ടോ, 3 ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പാക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ഡ്രൈനെസ് മാറുന്നതിലുപരി നമ്മൾ ഹെയറിന് കുറച്ച് റീഗ്രോത്ത് കൂടി കൊടുക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി വേണ്ടേ. ഞാൻ അതുകൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഇൻഗ്രീഡിയൻറ്റ് എന്നാന്ന് കാണുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പിന്നെ ഈ ഷോർട്ട് ഹെയർ ഒക്കെ വെച്ചിട്ട് എന്തിനാ ഇവള് പിന്നെ ഹെയർ കെയർ വീഡിയോസൊക്കെ ചെയ്യുന്നതെന്ന് ശരിയാണ് കുറച്ച് ആൾക്കാരെങ്കിലും വിചാരിക്കുന്നുണ്ടോ. ഈ ലെങ്ത്ത് ഉള്ളവർക്ക് മാത്രമല്ല ഹെയർ കെയർ, ശരിക്കും ഹെയർ ഇല്ലാത്തവരാണ് ഹെയർ കെയർ ചെയ്യേണ്ടത്. ഉള്ളവരിങ്ങനെ ഹെയർ കെയർ ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളെപ്പോലത്തെ ആൾക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹെയർ കുറവാണ്, മീൻസ് എൻ്റെ അത് ലെങ്ത്ത് വെക്കുന്നില്ല എന്നുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ. അത് ഞാൻ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാനൊന്നൊരു ഐഡിയ കണ്ടിട്ടുണ്ട്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ബ്രേക്ക് വെച്ചത്. കാരണം ഓരോ പരീക്ഷണം തലയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ റിസൾട്ട് കിട്ടിയെങ്കിൽ മാത്രമല്ലേ നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്. ഒരാൾക്ക് ഉപകാരം ചെയ്യുന്നതെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു റെമഡി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റൂ. ഞാൻ അതുകൊണ്ടാണ് കുറച്ച് ബ്രേക്ക് എടുത്തത്. ഞാൻ എല്ലായ്പ്പോഴും ഹെയർ കെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് റിസൾട്ട് കാണണ്ടേ, വിസിബിൾ റിസൾട്ട് വരുന്നത് വരെ ഞാനത് കുറച്ച് ബ്രേക്ക് എടുത്തു കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ എൻ്റെ മുടി ലെങ്ത്ത് വെച്ചിനോ അല്ലെങ്കിൽ അതൊന്നും എൻ്റെ കയ്യിൽ പ്രൂഫില്ല, കാരണം തിരിയില്ല. എൻ്റെ മുടി ഇപ്പോൾ കുറച്ചേരി ഞാൻ അന്ന് അടിച്ച കട്ട് ലെയർ കട്ടാണ്. ലെയർ കട്ടിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. കുറച്ച് എന്താ പറയുക, ഇല്ല എന്ന് പറയാം, ഉള്ളു തോന്നിക്കുന്ന കട്ട്, അതാണ്. സോറി കേട്ടോ, ഞാൻ കഥ പറഞ്ഞങ്ങ് നീണ്ടുപോയി. അപ്പോൾ നമുക്ക് ഹെയർ പാക്കിലേക്ക് എടുക്കാം. അപ്പോൾ 2 ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. 3ാമത്തെ ഇൻഗ്രീഡിയൻറ്റ് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കണ്ടോളൂ. നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം നോക്കിയല്ലോ. അപ്പോൾ ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവിടെ തേങ്ങയെല്ലാം ചിരണ്ടിയിട്ട് ഇടിയെ പോകുന്നതെന്ന്. നമ്മൾ പലഹാര സാധനങ്ങൾ ആക്കാനൊന്നല്ല തേങ്ങ ചിരണ്ടിയത്. തേങ്ങ ചിരവുക എന്ന് പറയും, ചിരണ്ടുക എന്നല്ല. നമ്മളിവിടെ ചിരണ്ടുക എന്നിട്ടാ പറയാം. അപ്പോൾ നല്ല രീതിയിൽ ഒരു ഇളം തേങ്ങയൊന്നുമല്ല, കുറച്ച് മൂത്ത തേങ്ങ തന്നെയാണ്. കുറച്ച് എന്താ പറയുക, ഇത് കിട്ടാൻ വിഷമമായി. അപ്പോൾ നമുക്ക് ഈ തേങ്ങ പാൽ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങയാണ്. ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് മീൻസ് എൻ്റെ മുടിക്ക് കണക്കായത് കേട്ടോ. ഇപ്പം നിങ്ങളുടെ മുടീൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് വേണം, സോറി കേട്ടോ പറയാൻ പറ്റുന്നില്ല, നിങ്ങളുടെ മുടീൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് ഇത്ര ഒരു ചെറിയൊരു അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പം ബാക്ക് ക്യാമറ ആയിട്ട് അപ്ലൈ ഗൈസ്, എന്നോട് ആദ്യം തന്നെ ക്ഷമിക്കണം. പുറത്ത് ഡോറേൻ്റെ അതികഠിനമായ കൊരയാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോനെ ഞാൻ എൻ്റെ ഏനീൻ്റെ അടുത്ത് ആക്കിയിട്ടുള്ളത്. അവിടെയാണ് സത്യം പറഞ്ഞാൽ ആ നായി ഉള്ളത്. നല്ലോണം കുരക്കും ഗൈസ്. അതുകൊണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായാലും ഒന്ന്
ഉറപ്പായിട്ടും ഒച്ചപ്പാടുണ്ടാവും. സോ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചിരവിയ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഒരു പിടി തേങ്ങ മാത്രം പോരാ, വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടെന്ന്. മാത്രമല്ല വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഉണ്ട്, മറക്കല്ല, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. പിന്നെ നമുക്ക് വേണ്ട നമ്മളെ ഇവിടെ ഒരു ചെമ്പുണ്ട് കഴിയും, ഇവിടെ ഒരു ചെമ്പുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയൊക്കെ ആയതിൽ എന്നോട് ക്ഷമിക്കണം, കാരണം എനിക്ക് കൃത്യമായിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അതായത് എനിക്ക് വീഡിയോ ഒന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ഹെയർ കെയർ വീഡിയോ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഒന്നാമത് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എടുത്തിരിക്കുന്നത് കറ്റാർവാഴയാണ്. കറ്റാർവാഴേൻ്റെ ഗുണം നമ്മൾ വൈറ്റമിൻ ഇ കണ്ടൻ്റ് ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. അതുകൊണ്ട് നമ്മുടെ മുടിക്ക് നല്ല സ്മൂത്ത്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതായത് ഇപ്പോൾ ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് ഒന്ന് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ആഡ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഇത് വളരും കൂടി ചെയ്യട്ടോ നമ്മളെ മുടി. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാരണം ഇതിൻ്റെ തരിതരിപ്പെല്ലാം ആവും. നമുക്കിതിൻ്റെ ജെല്ല് മാത്രം മതി. പിന്നെ ഈ തേങ്ങയിലേക്ക് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മിക്സ് ചെയ്യണം. ആദ്യം ഞാനിത് ഒന്ന് കുട്ടപ്പനാക്കി എടുക്കട്ടോ കേട്ടോ. മീൻസ് ഇതിൻ്റെ ഇത് കളയണം, മുള്ളൊക്കെ കളഞ്ഞിട്ട് ഞാൻ നല്ലോണം വാഷ് ചെയ്തിട്ട് വന്നേ. പിന്നെ യെല്ലോ, എൻ്റെ മോനെ സമാധാനം തരൂല ഈ നായി കണ്ടോ, ഇപ്പം പറഞ്ഞപ്പനാണ്ടുന്നു. അപ്പോൾ നമുക്ക് ഈ മുള്ളൊക്കെ മാറ്റിയെടുക്കണം കേട്ടോ. ഞാൻ വൃത്തിക്കൊന്നും മാറ്റിയെടുക്കുന്നില്ല. ഇത് നന്നായിട്ടൊന്നും കൂടി ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. നല്ലോണം വാഷ് ചെയ്യണം കേട്ടോ. വാഷ് ചെയ്താലേ അതിൻ്റെ റിസൾട്ടല്ല, അതിൻ്റെ ഒരു മഞ്ഞ കണ്ടന്റ് ഇല്ലേ, അത് നമ്മളെ തലക്കായിട്ടുണ്ടെങ്കിൽ നല്ലോണം ഇച്ചിങ് വരാൻ, അതായത് ചൊറിച്ചിൽ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് എത്രമാത്രം കേൾക്കോ അല്ലെങ്കിൽ നല്ലോണം ബാക്ക്ഗ്രൗണ്ട് ഡിസ്റ്റർബ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഈ നായിനെ കൊണ്ട് പെറുതി മുട്ടി ഗൈസ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ലൈവായിട്ട് ഇതുപോലെ വീഡിയോ എടുക്കാനാണ് താല്പര്യം. അതായത് വോയിസ് ഓവർ ഒന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല, പക്ഷേ എൻ്റെ സാഹചര്യം കൊണ്ടാണ് ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എടുത്ത ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല രീതിയിൽ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് തിക്നെസ് നന്നായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ, ഉള്ളു വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതുപോലത്തെ പാക്കും കാര്യങ്ങളൊക്കെ ഇടുന്നത് കൊണ്ടായിരിക്കും എൻ്റെ മുടിക്ക് ഉള്ളു വെക്കുന്നുണ്ട്. ലെങ്ത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ആ അടിച്ച ഹെയർ കട്ടിൻ്റെ ആ ഒരു ഇതായിരിക്കാം മേ ബി വെക്കുന്നുണ്ടാവും, എനിക്ക് തിരിയായിട്ടായിരിക്കാം മേ ബി. നല്ലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇത്ര കാലം ഹെയറിൻ്റെ ആ ഒരു വീഡിയോ ഒന്നും വരാതിരുന്നത് കേട്ടോ. അപ്പം നമ്മളിവിടെ പിന്നെ 2 ഇൻഗ്രീഡിയൻറ്റ് നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഒന്ന് തേങ്ങ ചിരവിയതും പിന്നെ നമ്മുടെ കറ്റാർവാഴയും. അതിനി മിക്സിയിൽ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഏത് പാക്ക് ചെയ്യുമ്പോഴും ബ്ലെൻഡ് ചെയ്തിട്ട് അപ്പാട് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മിക്സിക്ക് ആ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ചൂട് കിടപ്പുണ്ടാവും. അത് വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഏതെല്ലോ യൂട്യൂബ് വീഡിയോസൊക്കെ കാണാറുണ്ട്. നമ്മൾ ആക്കിയ പാട് കുറച്ചൊരു 10-15 മിനിറ്റ് ഇങ്ങനെ പാക്ക് അവിടെ ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ അരച്ചിട്ട് വേഗം തിരക്കിനൊന്നും ഹെയർ കെയർ ചെയ്യാൻ നിൽക്കണ്ട, നല്ല സമാധാനമായിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ തേങ്ങ ചിരവിയതും അലോവേര ജെല്ലുമാണ് എടുത്തത്. ഇതിൻ്റെയൊക്കെ അളവ് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നിങ്ങളുടെ ഹെയറിന് കണക്കായിട്ട് എടുത്താൽ മതി. ഇപ്പം എൻ്റെ ഹെയർ കുറച്ച് ഷോർട്ടായതുകൊണ്ട് എനിക്ക് എത്രയും വേണമെന്നു. പിന്നെ അതിൻ്റെ ആത്മാവ് പിഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പാലെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് പാലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ മുടിക്ക് ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ്. അതിപ്പോൾ എനിക്ക് എന്നല്ല എല്ലാവർക്കും അറിയുന്ന കാര്യം. കാരണം തേങ്ങാപ്പാൽ നമ്മൾ ഉരുക്കി വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതെല്ലാം തേങ്ങാപ്പാലിൽ നിന്നാണല്ലേ. അപ്പോൾ നല്ലതായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയുണ്ട്, ആ അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഇത് റോസ്മേരി ആണ്, റോസ്മേരിൻ്റെ എസൻഷ്യൽ ഓയിൽ. ഇതിനാകെ അത്രേ റേറ്റ് വരുന്നുള്ളൂ. നിങ്ങൾക്ക് ലീവ്സിനേക്കാളും കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും ഈ റോസ്മേരി ഓയിൽ. ഞാൻ റോസ്മേരി ഓയിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ എല്ലാ പാക്കിലും ഞാൻ ഓരോ ഡ്രോപ്പ് വെച്ച് യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഞാൻ ആവണക്കെണ്ണ വെളിച്ചെണ്ണ, പക്ഷേ ഇന്ന് എനിക്ക് നല്ല റിസൾട്ട് തോന്നിയത് ഈ ഒരു റോസ്മേരിൻ്റെ ഓയിലാട്ടോ. നല്ല റിസൾട്ടായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതൊരു കട്ടിയുള്ള പാക്കൊന്നുമല്ല, ഒരു വെള്ളം പോലത്തെ പാക്കാണ്. സോ അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റിയ നല്ലൊരു ബോട്ടിലാക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതായത് താഴേക്കൊന്നും വേസ്റ്റ് ചെയ്യാതെ വേണം അപ്ലൈ ചെയ്യാൻ. ഞാൻ അതുകൊണ്ടാണ് ബാക്കിയുള്ളത് വരെ തലയിൽ വരച്ചത്. കാരണം നല്ലൊരു ഹെയറിൻ്റെ ടെക്സ്ചറെ നമുക്ക് ഈ ഒരു പാക്ക് വഴി മാറ്റാൻ വേണ്ടി പറ്റും. അതായത് എൻ്റെ ഓയിലി ഹെയർ ആണ് കേട്ടോ. പക്ഷേ എക്സ്ട്രീംലി ഞാൻ ഈ ഒരു ഹെയർ കളർ ചെയ്തുകൊണ്ടാണ് എക്സ്ട്രീംലി
എക്സ്ട്രീംലി ഡ്രൈ ആയത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെയറിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആ ഡ്രൈനെസ് മാറ്റി സ്മൂത്ത്നെസ് കൊണ്ടുവരാനൊക്കെ ഞാൻ ഇതുപോലത്തെ പാക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ഹെയർ ഇപ്പോഴും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്തിട്ട് എന്തായാലും റിസൾട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്തായാലും ഷെയർ ചെയ്യണം കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ഈ എക്സ്ട്രീംലി ഡ്രൈ ഹെയർ ഉള്ളവർ എന്തായാലും, ഓയിലി ഹെയർ ഉള്ളവർക്ക് തേക്കാൻ പറ്റില്ല എന്നല്ല, അവർ കുറച്ചും കൂടി ഓയിലി ആക്കും ഇത്. അതായത് ഈ എക്സ്ട്രീംലി ഡ്രൈ ആയവർക്ക് പറ്റിയൊരു പാക്കാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ എന്ത് പാക്ക് ഇട്ടാലും അവിടെ കുറച്ച് പൊടിയും തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നല്ലൊരു മൈൽഡ് ഷാമ്പു വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ തലയിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കട്ടിയുള്ള പാക്ക് അല്ലാത്തത് കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ വാങ്ങിയിട്ട്, ഞാനിത് മീഷോന്ന് വാങ്ങിച്ചത്, ഇങ്ങനത്തെ ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ പാർലറിലൊന്നും പോകണ്ട, ഹെയർ സ്പായോ അല്ലെങ്കിൽ കെരാറ്റിനോ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റോ ഒന്നും എന്ന് പറയാം, അതെല്ലാം കുറച്ചൊരു ടെമ്പററി ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. നമ്മൾ ഈ വീട്ടിൽ നിന്നൊക്കെ ചെയ്യുന്നത് ഒരിക്കലും ടെമ്പററി ആയിരിക്കില്ല, അതിനുള്ള നല്ല റിസൾട്ട് കിട്ടും. കുറച്ച് വൈകിയാലും നമുക്ക് ആ ഒരു റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇന്ന് തേച്ചുകൊണ്ട് നാളെ സ്മൂത്ത്നെസ് അല്ലെങ്കിൽ റീഗ്രോത്ത് ഒന്നും ആകും എന്നുള്ള ആ ഒരു പെട്ടെന്നുള്ള ഡ്രാസ്റ്റിക് ചേഞ്ച് വേണമെന്ന് പറഞ്ഞിട്ടൊന്നും വാശി പിടിക്കണം. സമയം എടുക്കും, മുടിയാണ് വളരേണ്ടത്, കുറച്ച് സമയം എടുത്താലും ആ റിസൾട്ട് കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഈ പാക്ക് ട്രൈ ചെയ്ത് നോക്കിക്കോളും, മുടിക്ക് നല്ല രീതിയിൽ വ്യത്യാസം വരും. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസം വെച്ച് ചെയ്താൽ മതി ഈ ഒരു പാക്ക്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് കാണാം. ബൈ.